ഈ വെളിപ്പാട് പുസ്തകം ഇതിലെ പ്രധാനപ്പെട്ട വിഷയം എന്താ? വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം, വെളിപ്പാട് ദാനിയേൽ പ്രവചനമൊക്കെ കോർത്തിണക്കി പ്രസംഗിക്കുന്ന പ്രഗത്ഭരായ കർത്തൃദാസന്മാരുണ്ട്. ദീർഘ ദിവസങ്ങളെടുത്ത് അടുക്കടുക്കായിട്ട് ഇത് പറഞ്ഞ് നന്നായി ശുശ്രൂഷിക്കുന്ന ബഹുമാന്യ ദൈവദാസന്മാരുണ്ട്. അപ്പോൾ എന്താ ഈ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം? പലരും പലതാ പറയുന്നത്. ചില ആൾക്കാർ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം കുഞ്ഞാടിന്റെ കല്യാണമാണെന്ന്. അതാണല്ലോ മിക്കവർക്കും താല്പര്യം. സഭായത്തിന് പോയില്ലെങ്കിലും കല്യാണത്തിന് പോകും. സഭായുഗം അല്പം മുൻപോട്ട് നീണ്ട പ്രശ്നമാ, കല്യാണം ശുശ്രൂഷ നീണ്ട പ്രശ്നമാ. പക്ഷെ ചാപ്പാട് നീണ്ടാൻ ഇരുന്ന് നിന്നും നന്നായിട്ട് പെരുക്ക് നടക്കുന്ന ആൾക്കാരുണ്ട്. അതൊന്നും അവർക്ക് വിഷയവുമല്ല. കിട്ടിയില്ലെങ്കിൽ ചോദിച്ച് മേടിക്കണം. സഭായത്തിന് വന്നൊരു വാക്യം പറഞ്ഞാൽ ചോദിച്ച് മേടിക്കുകയല്ല, താല്പര്യവും ഇല്ല. അതെ, നമുക്ക് ആ വിഷയം വിട്ടേക്കാം. അപ്പോൾ ചിലര് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം കുഞ്ഞാടിന്റെ കല്യാണമാണെന്ന്. അതൊരു വിഷയമാ, പക്ഷെ അതല്ല പ്രധാന വിഷയം. വേറെ ചില ആൾക്കാർ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം. അതാണല്ലോ 13-ാം അധ്യായത്തിൽ. ഒന്ന് വായിച്ചോ, ഓടിച്ചു വായിച്ചോ. പെട്ടമുണ്ടോ? അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. സമുദ്രത്തിൽ നിന്ന് ഒരു മൃഗം കയറി വരുന്നു. ജനസമുദായ കടലിൽ കിടക്കുന്ന ഈ മൃഗം കയറി വരിക. അപ്പൊ ചെല്ല് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഈ മൃഗമാണെന്നാ പറയുന്നത്. അതൊരു വിഷയമാ. വേറെ ചില ആൾക്കാർ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഇതൊന്നുമല്ല. സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ 144,000 പേര്. ഞങ്ങൾ കുറച്ച് പേരാ അല്ലേ? 14 വായിച്ചേ. പിന്നെ ഞാൻ ചിലരെ കണ്ണി നോക്കുന്ന ഇങ്ങനെ ആരാന്ന് ഞാൻ കണ്ട്. വായിച്ചോ. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ 144,000 പേര്. ഇതാണ് പ്രധാന വിഷയമെന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. വേറെ ചില പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം 2 സാക്ഷികളാണെന്ന 11-ാം അധ്യായത്തിൽ. അതൊക്കെ വലിയ തർക്കമുള്ള വിഷയമാണ്. മോശയും ഏലിയാവുമാണെന്ന് പറയുന്നു. പിന്നെ ഏലിയാവും ഹാനോക്കുമാണെന്ന് വാദിക്കുന്ന ഹാനോക്കുവാദികളൊക്കെ ഉണ്ട്. ഒരാളെന്നോട് ചോദിച്ചു, ഹാനോക്കല്ലേ പിന്നെ ആരാ, താനാണോ എന്ന് എന്നോട് ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു, ഞാനുമല്ല ഹാനോക്കുമല്ല താനുമല്ലെന്ന് പറഞ്ഞു. ചുമ്മാ കയറി ഉടക്കാന്. അവസാനം പുള്ളി പുസ്തകം വെച്ചേച്ച് ഇറങ്ങി അങ്ങ് പോയി. ഞാൻ ഈ യോഗത്തിന് ഇരിക്കുന്നില്ലെന്ന്, ഹാനോക്കല്ലെങ്കിൽ. എന്തോ ഒരു മെനക്കിടക്ക്. ഹാനോക്കല്ലെന്നുള്ളതിന് ഒരു തെളിവ് അവിടെ 11-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഒരു പദമുണ്ട്. ഒന്ന് വായിച്ചോ. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് അവരുടെ കർത്താവ് എന്നാ. ആരുടെ? യഹൂദനോട് ബന്ധപ്പെട്ടായി പറയുന്നത്, ഇസ്രായേലിനോട്. ഇസ്രായേൽ എന്ന ജാതി, ജനത, വംശം, ഈ സമൂഹം ഉടലെടുക്കുന്നത് അബ്രഹാമിൽ നിന്നാണ്. അപ്പൊ അവരോട് ബന്ധപ്പെട്ട 2 സാക്ഷികൾ. ഹാനോക്ക് അതിന് മുമ്പുള്ള ആളാണ്. ഇവിടെയും ഹാനോക്കും ലച്ചാന്റെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു, ഇരിപ്പ് കണ്ടിട്ട്. എന്തായാലും തർക്കവും മാറവും നിൽക്കട്ടെ, 2 സാക്ഷികൾ എന്നേ അവിടെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ചില സംഭവങ്ങളുടെ വെളിച്ചത്തിലും തെളിച്ചത്തിലുമാ ഹാനോക്കും ഏലിയാവും മോശയൊക്കെയാണെന്ന്
വാദിക്കുന്നത് നമുക്കിപ്പോ അതല്ലല്ലോ വിഷയം. രണ്ട് സാക്ഷികൾ. അപ്പൊ ചെല്ലു പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഈ രണ്ട് സാക്ഷികൾ 11-ാം അധ്യായമാണ്. വേറെ ചിലര് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം, ചില പ്രധാന സഭക്കാരുണ്ട് ക്രൈസ്തവ ലോകത്ത് തന്നെ, അവര് പറയുന്നത് വെളിപ്പാട് 12 അവിടെ ഒരു തള്ള സൂര്യനെയും അണിഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അതിന്റെ ഫോട്ടോയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചിലയിടത്തൊക്കെ. അത് അവരാന്നും പറഞ്ഞ നക്ഷത്രമുണ്ട്. ചന്ദ്രനെ കാൽ കീഴ് വായിച്ചോ 12 പെട്ടെന്ന് വായിച്ചു. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. അവളുടെ കാൽ കീഴ് ചന്ദ്രനും. ഇത് ചില സഭക്കാര് പറയുന്നത് അവരാണെന്നും വേറെ ചില സഭക്കാര് പറയുന്നത് അവരല്ല, ഞങ്ങളുടെ സഭയാണ്. എന്തൊക്കെയാണോ ചിലരെ പാട്ടുമൊക്കെ എഴുതിയിട്ടുണ്ട്. സൂര്യനെ അണിഞ്ഞവൾ പാദത്തിൻ ചന്ദ്രനും 12 താരകം കൊണ്ടുള്ളൊരു മുടി ചൂടിടുന്നവൾ ആരിവൾ ആരിവൾ ആരിവൾ. സൂര്യനെ അണിഞ്ഞവൾ പാദത്തിൻ ചന്ദ്രനും 12 താരകം കൊണ്ടുള്ളൊരു മുടി ചൂടിടുന്നവൾ ആരിവൾ ആരിവൾ ആരിവൾ. ഇന്നഭിഷേകം ലഭിച്ചു സ്വർഗചിന്തയുള്ളവൾ ക്രിസ്തുവിൻ വരവിനെ ലക്ഷ്യമാക്കി നിൽപ്പവൾ വേദത്തിങ്കലിവൾ തുല്യയായൊരുത്തിയും ക്രിസ്തുദേവൻ തന്റെ കാന്ത. അങ്ങനെ അത് ഉപദേശ പെശക, അതുകൊണ്ട് കേറുന്നില്ല. അങ്ങനെ പാടി ഞങ്ങളാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വരി ഇങ്ങനെ: അഭിഷേകം ലഭിച്ചു സ്വർഗചിന്തയുള്ളവൾ ക്രിസ്തുവിൻ വരവിനെയും ലക്ഷ്യമാക്കി നിൽപ്പവൾ വേദത്തിങ്കലുണ്ടിവൾ തുല്യയായൊരുത്തിയും ക്രിസ്തുദേവൻ തന്റെ കാന്ത ആണെന്ന്. അപ്പോൾ അവര് പറയുന്നത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം ആ പ്രധാന വിഷയമാണ്. ആൺകുട്ടി ആരാന്നൊക്കെ വാദമുണ്ടല്ലോ. അപ്പൊ വേറെ ചിലര് ആൾക്കാർ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഇതൊന്നുമല്ല, പുത്തനെറുശലേമാണ്. 21:10 അല്ല, നമുക്ക് അറിവുള്ള വാക്യമാങ്കിലും ഓടിച്ചു വായിച്ചു വിട്ടു. അവൻ എന്നെ ആത്മവിശുദ്ധിയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. ഉയർന്ന ഒരു വൻമലയിലേക്ക് കൊണ്ടുപോയി. യെരുശലേം എന്ന വിശുദ്ധ നഗരം, യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ് ഉള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അടുത്തത്, അതിൽ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു. അതെ, താഴോട്ട് പഠിക്കുമ്പോൾ പുതിയ യെരുശലേം ഭർത്താവിനായിട്ട് അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരിക. വിളക്കൊന്നും വേണ്ടെന്ന രാത്രി അവിടെ ഇവരുള്ളത് കൊണ്ട് ഈ 2 ശീലം പാടിയാ കൊള്ളാന്നുണ്ട്. സമയവും പോയി. വേണ്ട വിളക്കാവിടെ സൂര്യചന്ദ്രരോ വേണ്ടോട്ടുമേ, വേണ്ട വിളക്കാവിടെ സൂര്യചന്ദ്രരോ വേണ്ടൊട്ടുമേ, പരമസുതൻ തന്നെയാനിൽ വിളക്ക് പരമൊളിയാൽ ശോഭിച്ചിടും നീ നിർമ്മലമാം സുഹൃതങ്ങൾ നൊളിയാർന്ന മരുമിടം, നിർമ്മലമാം സുഹൃതങ്ങൾ നൊളിയാർന്ന മരുമിടം കാംക്ഷിച്ചു പാർത്തിടും പുരമിതിനെ കാംക്ഷിച്ചു പാർത്തിടുന്നേ, ഓ പുരമിതിനെ കാംക്ഷിച്ചു പാർത്തിടുന്നേ, ഓ പുരമിതിനെ കാംക്ഷിച്ചു പാർത്തിടുന്നേ. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ചിലര് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം പുതിയ യെരുശലേം. അതും പ്രധാന വിഷയമാ, പക്ഷേ പ്രധാനമായിട്ടതല്ല.
വേറെ ചിലര് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം ജീവജല നദിയും 2 വശവും ഇരുകരയിലും പറ താല്പര്യമില്ലെന്ന് തോന്നുന്നു. റംബൂട്ടാനൊന്നും അല്ല. ഇതിപ്പോ കണ്ടിട്ട് അതാണ് അതൊന്ന് ഇരിക്കുന്നത്. സ്തോത്രം. മരണ വീട്ടില് ഇപ്പൊ അങ്ങനെയുള്ള പാട്ടുകളൊന്നും അധികം പാടുന്നില്ല. ഇപ്പൊ എല്ലാം ഈ കോൺട്രാക്ട് ബേസിൽ കൊടുക്കുന്നതുകൊണ്ട് അവര് 4 പാട്ടുമായിട്ട് വന്നത് എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. പക്ഷെ നല്ല പാട്ടുകളുണ്ട്. ആ ദുഃഖത്തിലിരിക്കുന്നവർക്ക് പ്രത്യാശയും വിശ്വാസവും ഉറപ്പ്, നല്ല പാട്ടുകളുണ്ട്. പക്ഷെ ഇപ്പം എല്ലാവരും ഒന്നും അത് പാടുന്നില്ല. എല്ലാവരും ഇപ്പം മിക്ക പാട്ടുകാരും 3 പാട്ടുമായിട്ടായി വന്നേക്കുന്നത്. അതേതാന്ന് എന്നോട് ഇപ്പൊ ചോദിക്കരുത്. നമ്മളൊരു പഴയ പാട്ടിന്റെ ഒരു വരില്ലേ, ഇവനീ ശബ്ദം പാടമേ ജാഗത്തൊന്നും വലിയ നല്ല പേടിയാന്ന് പറഞ്ഞു. ശബ്ദം ചേർന്ന് പാട്. മൊബൈലെടുത്ത് പാട്, മൊബൈൽ കാണും, എടുത്ത് പാട്. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം 22-ാം അധ്യായത്തിലെ ജീവജല നദിയും ഇരുവശവും ജീവവൃക്ഷങ്ങളും അതിന്റെ ഫലങ്ങളും ഇതൊക്കെയാണെന്ന് ചിലർ പറയുന്നത്. അത് മോശമല്ല, വലിയ കാര്യമാണ്. പക്ഷേ ഒരു കാര്യം പറയാം, നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മൃഗമല്ല. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം സൂര്യനെ അണിഞ്ഞ സ്ത്രീ അല്ല. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം 2 സാക്ഷികളല്ല. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം കുഞ്ഞാടിന്റെ കല്യാണമല്ല. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം പുതിയ യെരൂശലേമുമല്ല. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം ആമേൻ സ്തോത്രം ജീവജല നദിയും വൃക്ഷങ്ങളുമല്ല. അതൊക്കെ തെറ്റാണെന്നല്ല, അതൊക്കെ നല്ല വിഷയങ്ങളാ. ഒരു കാര്യം പറയും, ഇഷ്ടമുണ്ട് യോജിച്ചാ മതി. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാ. അതാ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. അതിനോട് ബന്ധപ്പെട്ടല്ലയോ മുഴുവൻ കാര്യവും. യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. 1-ാം വാക്യം വായിച്ചോ. ദൈവദാസി വായിച്ചോട്ടെ. 1-ാം വാക്യം വായിക്കും. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്, അതാ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം, യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. പക്ഷേ നമ്മൾ ഈ മൃഗവും സാക്ഷിയും സൂര്യനെ അണിഞ്ഞ നല്ലയും 10 കൊമ്പും ഇതെല്ലാം കൂടെ പറഞ്ഞ് പ്രധാനപ്പെട്ട വിഷയം അങ്ങ് മറക്കുക. ആരാണ് 10 കൊമ്പ്? ഒരു കൊമ്പ്, അതിനിടയ്ക്കൊരു കുഞ്ഞൻ കൊമ്പ്. അതൊക്കെ പഠിപ്പിച്ചോ. പക്ഷെ ഇതൊന്നുമല്ല വിഷയം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ആരാ യേശുക്രിസ്തു? 1-ാം അധ്യായത്തിന്റെ 5-6 വായിച്ചു. നമുക്ക് അറിവുള്ള വാക്യമാണ്. വിശ്വസ്ത സാക്ഷിയും വിശ്വസ്ത സാക്ഷി. അതന്നെ യേശുക്രിസ്തു, വിശ്വസ്ത സാക്ഷി.
അതിനാ വേറെ ഒറ്റ ഒരുത്തം വിശ്വസ്ത സാക്ഷിയല്ല. എല്ലാവരും കാശ് കൊടുക്കുമ്പോൾ മറിയും. സാക്ഷി പറയാന്നൊക്കെ പറഞ്ഞ് കോടതി വന്ന് എതിർകക്ഷി കാശ് കൊടുക്കുമ്പോൾ കാശാന്നല്ലോ മെയിൻ വിഷയം അല്ലേ? കഴിഞ്ഞ പാർശ്വ സത്യം പറ. കാശ് വേണ്ടേ? എന്നാ ഇവന് കൊടുക്കണ്ട കേട്ടോ. ഒരാൾ എന്നോട് ചോദിച്ചു, നമ്മൾ ഈ കൺവെൻഷൻ നടത്തിയ ഇത് കഴിയുമ്പോൾ നമുക്ക് ലാഭം വല്ലതും ഉണ്ടോ എന്ന്. പേരും സ്ഥലവും ഒന്നും പറയുന്നില്ല. ഒരാൾ കൺവെൻഷൻ നടത്തുന്നതിന് മുമ്പ്, യോഗം നടത്തുന്നതിന് മുന്നേ പശുവിനെ മേടിക്കും. യോഗം കഴിഞ്ഞ് പശുവിനെ വിൽക്കും. എന്ന് വെച്ചാൽ പറയണം, ഞാൻ പശുവിനെ വിട്ട കൺവെൻഷൻ, ആ പേര് പറഞ്ഞ് ഒരു 10 പശുവിനെ മേടിക്കാനുള്ള കാശ് ജോർജ് കുട്ടിച്ചാണ് ഞാൻ പറയുന്ന കാര്യം പിടികിട്ടുന്നുണ്ടല്ലോ. കാരണം സീനിയർ ആണോ? അങ്ങനെയുള്ള വിദ്വാൻമാരും എന്നെ മുഖമെല്ലാം ഇരിക്കുന്നത്. ഇവിടെ ആരും വിശ്വസ്തരല്ല, ഞാൻ സഹിതം. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ ഞാനും നിങ്ങളുമെല്ലാം അവിശ്വസ്തരാ. പക്ഷെ എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ഇന്ന് രാത്രി ഉറപ്പിച്ചും തറപ്പിച്ചും പറയാ, അവൻ വിശ്വസ്തനായ ഒരുവനുണ്ട്. അത് നമുക്ക് വേണ്ടി ജീവനെ തന്നവൻ, നമുക്ക് വേണ്ടി രക്തം ചിന്തിയവൻ, നമ്മെ വീണ്ടെടുത്തവൻ, നമ്മുടെ പാപത്തെ മോചിച്ചവൻ, നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കിയവൻ, നമുക്ക് വേണ്ടി ജീവനെ തന്നവൻ. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അവിടുന്ന് വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എക്ലീശിയയ്ക്കു പ്രേമ വിഗ്രഹമായവനെ, എക്ലീശിയയ്ക്കു പ്രേമ വിഗ്രഹമായവനെ, എക്ലീശിയയ്ക്ക് പ്രേമ വിഗ്രഹമായവനെ, എക്ലീശിയയ്ക്ക് പ്രേമ വിഗ്രഹമായവനെ, മൽക്ലേശമാക നീക്കി മൂക്യാചി സേകണമേ, മൽക്ലേശമാക നീക്കി മൂക്യാചി സേകണമേ, ദേവകുമാര സർവ പാപ വിദൂര ജയിക്ക, ദേവകുമാര സർവ പാപ വിദൂര ജയിക്ക, ദേവകുമാര. ന്യായാസനസ്ഥാനിന്റെ കായപ്രദർശനത്താൽ, ന്യായാസനസ്ഥാനിന്റെ കായപ്രദർശനത്താൽ, ന്യായാസനസ്ഥാനിന്റെ ന്യായാസനസ്ഥാനിന്റെ കായപ്രദർശനത്താൽ, ന്യായാസനസ്ഥാനിന്റെ കായപ്രദർശനത്താൽ, മായ വിമോഹമല്ല തീയാർന്നു മണ്ടിടുമേ, മായ വിമോഹമല്ല തീയാർന്നു മണ്ടിടുമേ, ദേവകുമാര സർവ പാപ വിദൂര ജയിക്ക, ദേവകുമാര സർവ പാപ വിദൂര ജയിക്ക, ദേവകുമാര. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. നിങ്ങൾക്കും കിട്ടുന്നുണ്ടോ? ഈ ചില ഇടങ്ങളിൽ ചെല്ലുമ്പം ഞാനതുകൊണ്ട് ഇത് ഇരിക്കുന്നിടത്തോട് നീക്കി പ്രസംഗിക്കുന്നവർക്ക് ശരിക്കും വെച്ച് കൊടുക്കുകയല്ല. പാട്ടുകാർ അവരുടെ കുഴപ്പമല്ല, അവർ നേരത്തെ വന്ന് എല്ലാം ചെക്ക് ചെക്ക് ടിക് ടിക് ഒക്കെ വെച്ച്, അത് നമ്മൾ നേരത്തെ വരിക എന്ന് അങ്ങനെ ഒപ്പിക്കാം. അപ്പം അവരവരുടെ കാര്യമെല്ലാം ഇണക്കി വെക്കും. പിന്നെ പുറകെ നമ്മൾ വരുമ്പോൾ കിടന്ന് അക്രയാസം വലിക്കുക. ഏതായാലും ഇന്നിപ്പോൾ ഇത് രണ്ടുകൂടി ഇങ്ങോട്ട് തിരിച്ചു വെച്ചതിന് നന്ദി, നിങ്ങളും സഹകരിക്കുന്നതിന് നന്ദി. ഈ എല്ലാ ദിവസവും ഇങ്ങനെ പ്രസംഗമൊക്കെ ഉള്ളത് കൊണ്ട് തൊണ്ടയ്ക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പനിയും ബുദ്ധിമുട്ടുമൊക്കെ ആയിട്ട് വളരെ പ്രയാസമാണ്. 1-2 ദിവസമായുള്ള നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഇരുന്നുകൊണ്ടൊക്കെയാണ് പറഞ്ഞ്. ദൈവത്തിന് മഹത്വം. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു.
അപ്പൊ ശ്രദ്ധിക്കുക. മോനെ ഒന്നുകൂടി എനിക്കൊരു സുഖം വരുന്നില്ല മൈക്ക്, അതിനാന്ന് എന്റെ കുഴപ്പമായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ആരാ കർത്താവാകുന്ന യേശു ക്രിസ്തു? അവിടെ വായിക്കുന്നത് 5-ാം വാക്യം, ദൈവദാസി ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. വിശ്വസ്ത സാക്ഷി. അവിടുന്ന് വിശ്വസ്ത സാക്ഷിയാണ്. അതിന് ഇവിടെ ഇരിക്കുന്ന ഒന്നും വിശ്വസ്തരല്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ എല്ലാവരും അതെ. ഭാര്യമാരെല്ലാരും ഒന്നും വിശ്വസ്തരല്ല. കുടുംബകലകം ഉണ്ടാക്കാൻ പറയുന്നതല്ല. നിങ്ങൾ പറയാം, ഭാഷ എനിക്കറിയാമായിരുന്നാലും ഭാഷ പറഞ്ഞു പോകുന്നതോടെ എനിക്ക് മനസ്സിലാവേണ്ടി ഞാൻ യോഗം കഴിഞ്ഞ് അവളെ കൊണ്ടുപോകുന്നില്ല. ദേവി, നീ അവളെ തന്നെ കൊണ്ടുപോകണം, തെറ്റുകയും ചെയ്യരുത്. പണ്ടൊരുത്തൻ തെറ്റിച്ച്, അതുകൊണ്ടാണ് പറഞ്ഞത്. യോഗം കഴിഞ്ഞപ്പം വേറൊരാളുമായിട്ട് കനകപ്പലം വഴിയാ പോയത്. ജോർജ് കുടിച്ചാൻ അറിയാം, ഞാൻ പറഞ്ഞു അച്ഛനറിയാം. എനിക്കൊന്ന് സഭ മാറിപ്പോയെന്ന് തോന്നല്ലേ. ഞാൻ നിർമ്മിത കഥയൊന്നുമല്ല, ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത് സത്യമായ കാര്യമാണ്. പിന്നെ എൻ്റെ രീതിയിൽ അങ്ങ് പറയുന്നേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇവിടെ എല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. ഭാര്യമാരെല്ലാരും ഒന്നും വിശ്വസ്തരല്ല. അച്ഛാന്ന് പറഞ്ഞ് ഹിന്ദി പറഞ്ഞു വരുന്നത് എന്നോട് വലിയ താല്പര്യമൊന്നും. നീ ഓർക്കും അവള് രാജസ്ഥാനിൽ നിന്ന് വന്നുകൊണ്ടാണ്. അച്ഛാ അമ്മയും കോട്ടയംകാരാ അമ്മയും മക്കളും കൂടെ, ആൺപിള്ളേരും അമ്മയും കൂടെ. അപ്പൻ പ്രായമായപ്പോൾ എല്ലാവരും അങ്ങനെ ആണെന്നല്ല, ഒരു ബുദ്ധിമുട്ട് നോക്കാൻ അന്വേഷിക്കാൻ അമ്മയ്ക്ക് ഇച്ചിരി ചൊടിപ്പുണ്ട്. ആൺപിള്ളേരും അമ്മയും ഒരു കെട്ടായി. സ്വന്തം ഭർത്താവിനെ, സ്വന്തം അപ്പനെ കാറെ കയറ്റി അനാഥശാലയിലോട്ട് കൊണ്ടുപോവുക. എവിടാന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പറഞ്ഞില്ല. ഏതാണ്ട് 3/4 വഴി ആയപ്പോൾ പുള്ളിക്കൊരു മണമായി. കാരണം അകത്തിരുന്ന് സംസാരമൊക്കെ വന്നപ്പോഴേ. അപ്പം ആ സ്ഥലത്ത് കാറ് നിർത്താൻ നേരത്ത് ഭർത്താവ് ഭാര്യയുടെ കൈക്ക് പിടിച്ചു. 10, 35, 40 കൊല്ലം കൂടെ ജീവിച്ചതല്ലേ. കൈക്ക് പിടിച്ചേച്ച് ഞാനൊരു പേര് പറയാം, അതല്ല പേര്, തള്ള ചിലപ്പോൾ ഇതിനകത്ത് വന്നിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഈ ഏരിയയ കൈക്ക് പിടിച്ചിട്ട് ഭർത്താവ് പറഞ്ഞു, ഞാനൊരു പേരിടുക, പേരതല്ല, മോളി എന്നെ ഇവിടെ നിർത്തിയേച്ച് പോകരുതെന്ന്. അവസാനം അവിടെ കൊണ്ടാക്കിച്ച് പിടിച്ച കൈക്ക് തട്ടി അമ്മയും മക്കളും കാറ കയറി പോന്നു. എല്ലാവരും അങ്ങനെ ആണെന്നല്ല പറയുന്നത്, പക്ഷേ എല്ലാവരും വിശ്വസ്തരല്ല. എന്നാൽ ഭർത്താവിനെ നന്നായി ശുശ്രൂഷിച്ച മാന്യ സഹോദരിമാരുണ്ട്. ഇംഗിതമനുസരിച്ച് അടുത്തുനിന്ന് ഭർത്താവ് ക്ഷീണിതനായി കിടപ്പിലായി കഴിഞ്ഞാൽ എങ്ങും പോകാതെ, എനിക്കൊരു അമ്മയെ അറിയാം, എന്നോട് പറഞ്ഞു 6 കൊല്ലമായിട്ട് ഞാൻ മുറിക്കകത്ത് നിന്ന് ഇറങ്ങിയിട്ടില്ലെന്ന്. ചേട്ടത്തിയുടെ അനിയത്തിയുടെയും പിള്ളേരുടെ ഒക്കെ കല്യാണം ചടങ്ങുകൾ പോയിട്ടില്ല. പപ്പ ഇങ്ങനെ കിടക്കുമ്പം പോയിട്ടില്ല. അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞ പിള്ളേരുടെ കൂടെ 1-2 സ്ഥലങ്ങളിലൊക്കെ പോയത്. അങ്ങനെയുള്ള മാന്യ വനിതകളും ഉണ്ട്. ഈ ഭാഗത്താ സാധാരണ ശക്തമായിട്ട് സ്തോത്രം വരേണ്ട, ഇതായതുകൊണ്ടാണ് വരാഞ്ഞത്. ഇനിയിപ്പം അടുത്തത് ഇപ്പറേ പറയുമ്പോ അവര് ഇളകും. നിങ്ങൾ കണ്ടോണം. എല്ലാവരും കൊള്ളുകാലം നല്ലി പറഞ്ഞത്, എല്ലാവരും വിശ്വസ്തരല്ല. ജ്യൂസിനകത്തല്ലയോ അവള് കലക്കി കൊടുത്തത്. അവൻ വലിച്ചു കുടിക്കുകയായിരുന്നു. ഞാൻ ഈയിടെ അവിടെ വീട് കണ്ടേ. അന്നേരം എന്നോട് പറഞ്ഞു, ഇതാണ് ഉടത്തായി. ഞാൻ പറഞ്ഞു പെട്ടെന്ന് വണ്ടി വിട്ടേക്കാൻ പറഞ്ഞു. അവള് നമുക്കങ്ങനെ ജ്യൂസ് എത്ര എണ്ണത്തിനെ അവള് കൊന്നത്? 5 എണ്ണത്തിന്. അവള് ബേക്കറി തുടങ്ങാൻ ഞാൻ നന്നായി.
ഒരു താലൂക്കിലുള്ളത് മുഴുവൻ ദൈവത്തിന്റെ മഹത്വം. എല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. മാന്യ വനിതകളും മാന്യ മാതാക്കളും ഉണ്ട്. വളരെ ബുദ്ധിമുട്ടും ഞെരുക്കവും കഷ്ടതയും കൂടെ ആണെങ്കിലും ഉള്ള സാഹചര്യത്തിൽ നന്നായി ശുശ്രൂഷിക്കുന്നവരുമുണ്ട്. മറുവശം ഭർത്താക്കന്മാരെല്ലാരും ഒന്നും വിശ്വസ്തരല്ല. മോളി 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 എന്ന് പറഞ്ഞ് നിന്നെ ബൈക്കിന്റെ പുറകിലൊക്കെ കൊണ്ട് വീശിയൊക്കെയാ കൊണ്ടുവന്ന്. പക്ഷെ അവന്റെ മൊബൈൽ നോക്കണം വേറെ ഫോട്ടോ ഉണ്ടോ എന്ന്. നീ പുറകിൽ ഇങ്ങനെ കൈയൊക്കെ കാണിക്കും പോകുമ്പോഴേ, ഒരു കൈ ഇങ്ങനെ പിടിച്ച് പിന്നെ ഒട്ടമലപ്പടിയൊക്കെ വീശിയാ കൊണ്ടുവന്ന് പെട്രോൾ പമ്പിന് വേണ്ട. പക്ഷേ എൻ്റെ മൊബൈൽ നോക്കണം വേറെ ഫോട്ടോയോ മെസ്സേജോ അവൻ തരത്തില്ലല്ലോ, എല്ലാം ലോക്ക് ചെയ്ത് വെച്ചേക്കില്ല. അവൻ ഇങ്ങനെ ഒരു വര വരയ്ക്കുമ്പോഴേ അത് അല്ല നിന്റെ അത് തന്നെ. അവൻ നെറുകയും കുറുകയും മരിച്ചാൽ അത് തുറക്കുകയല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ആരും വിശ്വസ്തരല്ല. ഈയിടെ വെട്ടിക്കണ്ടിച്ചല്ലോ, ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച് പരസ്ത്രീയുടെ കൂടെ പോയ എത്ര എണ്ണം ഉണ്ട് അല്ലേ? ജനിപ്പിച്ച മക്കളല്ലേ, നിന്റെ രക്തത്തിൽ ജനിച്ചതല്ലേ, നീ അല്ലയോ ജനകൻ. ഭാര്യയ്ക്കും മക്കൾക്ക് ചെലവിന് കൊടുക്കാതെ സ്വന്തം കാര്യം നോക്കി നടക്കുന്ന എത്ര എണ്ണം ഉണ്ട്? സഹോദരിമാര് ചിലര് ഒന്നും പറയത്തില്ല. ചിലര് വെളുപ്പിന് ചായക്കടയിൽ പോരുന്ന ചായ കുടിക്കും. വീട്ടിൽ ചായ ഉണ്ടോ കിട്ടുമോ അതൊന്നും വിഷയമല്ല. എന്നും കാണാം ചായക്കടയുടെ വാതിക്ക വെളുപ്പിനെ ഒരെണ്ണം അടിച്ചു തരാൻ. പണ്ട് സായിപ്പ് എന്ന് പറഞ്ഞ് 2 മീറ്റർ തരാൻ പറഞ്ഞു. പുള്ളി നോക്കിയപ്പോ മീറ്റർ കണക്കിനായിരിക്കും. അത് പറഞ്ഞു 1 മീറ്ററിന്റെ എനിക്കൊരെണ്ണം. നീ എന്നും പോയി 1 മീറ്റർ അടിച്ചിരിക്കുക. നീ ആ ചായക്കട കൊടുക്കുന്ന 10 രൂപയുടെ കൂടെ 10 രൂപയും കൂടി ഇട്ടാൽ 1 കവർ പാലും അല്ലെങ്കിൽ 1/2 ലിറ്റർ പാല് മേടിച്ചാൽ അത് നിന്റെ ഭാര്യയുടെ കയ്യിൽ കൊണ്ട് കൊടുത്താൽ ബേബി അവളത് ചായ ഇട്ട് പിള്ളേർക്കും ഇച്ചിരി കൊടുക്കും. പ്രായമുള്ള അപ്പനും അമ്മയുണ്ട്, അവർക്കും അല്പം കുടിക്കും. നിനക്കൊരു കപ്പ് നിറച്ചും തരും. കൊടുക്കണേ. ഞാൻ ഉദാഹരണമായി പറയാം. സ്വന്തം കാര്യം നോക്കുന്ന ഭർത്താവ് ഉണ്ട്. പിള്ളേര് കഴിച്ചോ കുടിച്ചോ വീട്ടിൽ എന്തേലും ഉണ്ടോ അതൊന്നും അന്വേഷിക്കാത്തതുണ്ട്. സ്വന്തം അവൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും നല്ല കണക്കിന് പൊറോട്ടയും ഇറച്ചി. എല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. ഉദാഹരണമായി പറയാം, മക്കളെല്ലാരും വിശ്വസ്തരല്ല. പല മക്കളും ഡാഡി പപ്പ മമ്മി ഇപ്പം ഈ മോഡേണിസൊക്കെ ആക്കി പറയാത്ത നന്നായി. ഞാൻ തമാശ പറഞ്ഞതല്ല. നല്ല മമ്മ, ഈ മമ്മ മമ്മി അല്ലെ അച്ഛ അമ്മേ എന്നൊക്കെ വിളിക്കുന്ന എല്ലാവരും ഒന്നും താല്പര്യം ഉണ്ടായിട്ടല്ല, വീടും വസ്തുവും കിടക്കുന്നത് കൊണ്ടാണ്. നിന്റെ കണ്ണടയാൻ നോക്കിയിരിക്കുക. ഞാന് പ്രായമുള്ള മാതാപിതാക്കളുണ്ട്. നല്ല മാതാപിതാക്കൾ പറയും എഴുതി വെക്കുമ്പം കാലശേഷമെന്ന് എഴുതാവൂ. കാലശേഷമെന്ന് ഭർത്താവ് വരിക തന്നെ പോട്ടെ, വരാൻ താമസിക്കുകയാണെങ്കിലേ കാലശേഷം അങ്ങനെ എഴുതാവൂ. യോടിയ അപ്പനെ അമ്മയും സുഖിപ്പിച്ച് നല്ല ചക്കര വർത്താനം പറഞ്ഞേച്ച് വസ്തുവും വീടും എല്ലാം എഴുതി മേടിച്ചേച്ച് പിന്നെ ഉപേക്ഷിച്ച ചരിത്രം എത്ര എണ്ണം ഉണ്ട്? ചില പ്രായമുള്ള ആൾക്കാർ അങ്ങ് ദുഃഖം പറയുക, പക്ഷേ മോള് നോക്കുന്നില്ല, മോൻ നോക്കുന്നില്ല. ഞാൻ പറഞ്ഞു തള്ളേ ഇത് എത്ര ഏക്കറുണ്ട്? ഇത് 5 ഏക്കറുണ്ട്. ഞാൻ പറഞ്ഞു തള്ളേ നല്ല ബുദ്ധി പറഞ്ഞു തരാം. ഇത് വിറ്റേച്ച്
ഇത് വിൽക്കണം. നിങ്ങളിവിടെ വലതും കിടക്കുക, ആരും നോക്കാനുമില്ല. ഇത് വിറ്റേച്ച്, അതിന് നിയമജ്ഞന്മാരുണ്ട്, വേണ്ടപ്പെട്ടവരുണ്ട്. വിറ്റേച്ച് പിള്ളേർക്കൊരു ഓഹരി കൊടുത്തേക്കണം. ബാക്കി പൈസ നിങ്ങൾ ബാങ്കിൽ ഇട്ടേച്ച് 2 ജോലിക്കാരെ നിർത്തണം. ഈ 10 വിട്ട ഒരു 30 കോടിയോളം കിട്ടും. 30 കോടി എവിടാന്ന് എന്നോട് ചോദിക്കരുത്. അല്ലാണ്ട് ഇപ്പോഴും മലന്ന് കിടക്കുക അവിടെ. ഒരു 30 കോടി കിട്ടും. 3 പിള്ളേരുണ്ട്, കൊടുക്ക്. 5 കോടി കൊടുക്ക്. 5 കൊടുക്ക്. 5 15 ആകിയില്ലേ? 15 അത് ബാങ്കിലിടണം. ഇട്ടേച്ച് ഒരു ഫ്ലാറ്റ് എടുക്കണം. വീടും ചുറ്റുപാട് വെക്കാകുമ്പോൾ ബുദ്ധിമുട്ടാ. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. എടുത്തേച്ച് 2 ജോലിക്കാരെ വെക്കണം. ഒരു സ്ത്രീയെ വെക്കണം, ഒരു പുരുഷനെയും വെക്കണം. വണ്ടിയും മേടിക്കണം. വണ്ടി ഓടിക്കുന്നവന് കാശ് കൊടുക്കണം. ജോലിക്ക് നിൽക്കുന്ന സഹോദരിക്കും കൊടുക്കണം. അവർക്കൊരു 30,000 രൂപ കൊടുക്കും. അല്ല, അതിൻ്റെ അവള് കൂടത്തായി ചെയ്തപോലെ ചെയ്യും. എന്നുവെച്ചാൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങി വൃത്തിയായിട്ട് കഴിച്ചേച്ച് ദൈവത്തെ വിളിച്ച് പോകാൻ സമയമാക്കി പോണം. അല്ല, ഈ പിള്ളേർ പറയാ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞെങ്കിൽ കാലശേഷം ഇതുകൂടെ അവർക്ക് കൊടുത്തേക്കണം. കഞ്ഞിയും വെള്ളവും കുടിക്കാതെ കൊച്ചുങ്ങൾ നോക്കൽ എല്ലാം ഇട്ടേച്ച് എന്തിനിങ്ങനെ കിടക്കുന്നത്? എന്തിനങ്ങനെ? അത് ഈ യോഗത്തിന് അങ്ങനെയും ഒന്ന് ഗുണമായി പോകട്ടെ. എല്ലാം പറയാ ഇന്ന് ഞാൻ കാണിക്കാം ഭാഷ, നാളെ തന്നെ ഞാൻ. അല്ല, അത് ചെയ്യണം. ഒന്നിനെയും വിശ്വസിക്കാൻ ഒക്കത്തില്ല. മാതാപിതാക്കളോട് അയ്യോ സ്വന്തം തന്ത മരിച്ചപ്പം ടിക്കറ്റിന് ബാർഗെയിൻ ചെയ്യുക, വെളിയിൽ നിന്നോട്ട് വരാം, ഞാനും അവിടെ ഇരിപ്പുണ്ട്. കൂടുതലാന്ന് പറഞ്ഞപ്പോഴേ കയറി വരണ്ടേ? പൈസ ഇല്ലാത്തവനല്ല, കാശില്ലാത്തവനല്ല, ചുറ്റുപാടില്ലാത്തവൻ, നല്ല ജോലി, നല്ല പൊസിഷൻ, ഭാര്യ നല്ല ജോലി, യവനും നല്ല ബിസിനസ്. തന്ത മരിച്ചെന്ന് മരിക്കാറായപ്പം ടിക്കറ്റിന് ബാർഗെയിൻ ചെയ്യുക, താത്ത് നോക്കാൻ. ഞാൻ പറഞ്ഞെടാ, ആ തന്ത ഉണ്ടാക്കിയ വസ്തുവിലെ 1 സെന്റ് വസ്തു വിട്ടാൽ മതി, നിനക്ക് 3 ടിക്കറ്റ് എടുക്കരുത്. അല്ല, തന്തയ്ക്കും ഇത് പറയണം, കയ്യാർത്ത ഉപ്പതാക്കാത്ത മുതുക്കനായിരുന്നു. ആട്ടെ, നമുക്ക് വിഷയം വിട്ടേക്കാൻ. വെറുതെ എന്തിനാ അലോഗ്യം ഉണ്ടാക്കുന്നത്? ഇവിടെ ആരും വിശ്വസ്തരല്ല. മക്കളെല്ലാരും ഒന്നും വിശ്വസ്തരല്ല. എല്ലാവരും മോശക്കാരാന്നും അല്ല പറയുന്നേ. മാതാപിതാക്കളും എല്ലാരും വിശ്വസ്തരല്ല. സ്വന്തം നൊന്ത് വേദനിച്ച് പ്രസവിച്ച മക്കളെ ഇട്ടച്ച് പരപുരുഷന്റെ കൂടെ ഓട്ടോയിൽ കയറിപ്പോയ ആൾക്കാരെ എനിക്കറിയാം. അവൻ പറഞ്ഞു, ഓട്ടോയായിട്ട് ഞാൻ വരും, ഷൂളവടിക്കുമ്പോൾ നീ ഇറങ്ങി വന്നോണം വന്ന്. പണ്ട് മുതലേ ഷൂളവടിയായിരുന്നു. ഇരിക്കുന്നു, പുള്ളിക്കും അറിയാമെന്ന് വന്ന കക്ഷീനെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ എല്ലാവരും വിശ്വസ്തരല്ല. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ എല്ലാവരും അവിശ്വസ്തരാണ്. ഉപദേശിമാരെല്ലാരും വിശ്വസ്തരല്ല. അമ്മാമേ സ്തോത്രം, അച്ചായ പ്രൈസ്തലോ, അതൊക്കെ പറഞ്ഞ് സ്തോത്ര കാഴ്ചയും തേച്ചാമൊക്കെ തരുന്നതുകൊണ്ടാ. തരാതിരിക്കുമ്പോൾ ഞങ്ങളുടെ തനിനിറം അറിയാം. പിന്നെ സങ്കീർത്തനവും ഒത്തുവാക്യവും കുത്തുവാക്യവും എടുത്ത് നല്ല പെരുക്കാന്നില്ല പെരുക്കുന്നേ. ചെല്ലു രാഗിയും ശപിക്കുകയും ശാപസങ്കീർത്തനമൊക്കെ എടുത്ത് നല്ല കീറ് കൊടുക്കാനേ. പക്ഷെ നന്നായിട്ടൊന്ന് കൊടുത്തേ. പ്രവാചകൻ അങ്ങനെ പറഞ്ഞ, പല്ലിന് കടിക്കാൻ കൊടുത്തില്ലെങ്കിൽ അവനോട് വിശുദ്ധയുദ്ധം പ്രഖ്യാപിച്ചു കിടും. വായിക്ക് കടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ പറയും പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഇവിടെ എല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. വിശ്വാസികളും എല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. ഭാഷയെന്നും പറഞ്ഞു വരുന്നത് വലിയ താല്പര്യം ഒന്നും ഉണ്ടായിട്ടല്ല. പാസ്റ്ററെന്ന് പോലും വിളിക്കല്ല, പാഷ്. കൂടെ ചെല്ലുകയും പ്രാർത്ഥിക്കുകയും, പട്ടിക്ക് വേണ്ടി വരെ പ്രാർത്ഥിക്കുന്ന മാസ്റ്റർമാരുണ്ട്. എന്നോട് ഒരിക്കലുള്ള ആൾ പറഞ്ഞു, ബോണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഭക്ഷണം കഴിക്കുന്നില്ല, തീരെ വൈ. ഞാൻ പറഞ്ഞു, അവനെ വിളിക്കാൻ പറഞ്ഞു ഒരു പന്നപ്പട്ടി. ഞാൻ പറഞ്ഞു, എന്നെ വേറെ വല്ലവരും വിളിക്കാൻ പറഞ്ഞു. എൻ്റെ പന്നപ്പട്ടിക്ക് പ്രാർത്ഥിക്കാനാണോ ഞാൻ നടക്കുന്നത്? ബോണി പിന്നെ അല്ല, അങ്ങനെ പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാരും ചിലപ്പം കാണുമായിരിക്കാം. എനിക്ക് നേരമില്ല. അപ്പൊ ഇതൊക്കെ
ഉള്ളത് കൊണ്ടാണ് ഈ ഭാഷ എന്നൊക്കെ. എന്നെ കേൾക്കുന്ന പ്രിയരായി, ഇവിടെ എല്ലാവരും വിശ്വസ്തരല്ല. പക്ഷെ ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുക, ഞാനും നിങ്ങളും ആരാധിക്കുന്ന, ഞാനും നിങ്ങളും സേവിക്കുന്ന, എന്നെയും നിങ്ങളെയും രക്ഷിച്ച് നമുക്ക് വേണ്ടി ജീവനെ തന്ന്, നമുക്ക് വേണ്ടി രക്തം ചിന്തി, നമ്മുടെ പാപത്തെ മോചിച്ച്, രോഗത്തെ സൗഖ്യമാക്കി, നമുക്ക് സമാധാനം നൽകി, നമ്മെ രക്ഷിച്ച് വീണ്ടെടുത്ത നമ്മുടെ കർത്താവ് വിശ്വസ്തൻ. ഒന്നുകൂടെ വായിച്ചോ, ദൈവദാസി 5-ാം വാക്യം. വിശ്വസ്ത സാക്ഷിയും. വിശ്വസ്ത സാക്ഷിക. ഇവിടെ കാഴ്ച കൊടുക്കുമ്പോ എല്ലാരും തിരികുവേ, മറിയുവേ, കള്ളസാക്ഷി പറയുവേ. പക്ഷേ കള്ളസാക്ഷ്യം പറയാത്ത വിശ്വസ്ത സാക്ഷിയായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവാ. ആ വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും. മരിച്ചവരിൽ ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ലാസർ മരിച്ചിട്ടു, അവന് പിന്നെയും ജീവിച്ചു. നൈനിലെ വിധവയുടെ മകൻ മരിച്ചു, പിന്നെയും ജീവിച്ചു. യായിറോസിന്റെ മകൾ ഉഞ്ഞോളും പിന്നെ എഴുന്നേറ്റ് വന്നു. പക്ഷെ അവരെല്ലാം വീണ്ടും മരിച്ചു. പക്ഷെ എന്നേക്കും ജീവിച്ച ഒരുവനേ ഉള്ളൂ. മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ, ഭൂമിരാജാക്കന്മാരെ ഭരിച്ചു മാറ്റും ഏകനായകൻ. മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ, ഭൂമിരാജാക്കന്മാരെ ഭരിച്ചു വാഴും ഏകനായകൻ. ഓ മരിച്ചവനിൽ നിന്ന് ആദ്യം ജനിച്ചവൻ, ഭൂമിരാജാക്കന്മാരെ ഭരിച്ചു വാഴും ഏകനായകൻ. നമ്മെ സ്നേഹിച്ചവൻ, തിരുച്ചോരയിൽ കഴുകി നമ്മയല്ല ശുദ്ധീകരിച്ച സാക്ഷിയെ നിനച്ച് സ്തുതിപ്പിൻ യേശുദേവനെ. അറിയാവുന്ന ഒരു പാടി സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ. പാടി സ്തുതിപ്പിൻ യേശുദേവനെ. ഓ കാലുകൾ ഉണ്ടെങ്കിൽ കാച്ചി പഴിപ്പിച്ച നല്ല പിച്ചളക്കൊത്തത് ചേലൊടുമുഖ ഭാവമാദിത്യ ശക്തിയോട്ടും പ്രകാശിക്കും പോലെയും തല്ലം മുട്ടിത വള്ളം പഞ്ഞി പോലെയും ദൈവപുത്രനെ. സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ. പാടി സ്തുതിപ്പിൻ യേശുദേവനെ. ഓ മന്നനാകുന്ന മഹികായെ, മകസേനയും കർത്തനെ, മണ്ണും മിണ്ണും പടച്ചവനെ, മനുവനെ. മണ്ണും നന്ദനെ, പരനന്ദനെ, മേരി നന്ദനെ, രാജനന്ദനെ, നിങ്ങൾ നന്ദിയോടെ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ. പാടി സ്തുതിപ്പിൻ യേശുദേവനെ. ഓ ഹല്ലേലൂയ. പാടി സ്തുതിപ്പിൻ യേശുവേ. യേശുനാമത്തിൽ ജയം. അല്ലലെല്ലാം അവൻ അകലെ കളയുമേ. യേശു രാജാവിനോശന നല്ലവനാം. യേശു രാജൻ വരും സർവ. യേശുവേ വേഗം വരണമേ. സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ. പാടി സ്തുതിപ്പിൻ യേശുദേവനെ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. ഒന്നുകൂടെ പറയാം, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാ. ആരാണ് അവിടുന്ന്? ഒന്നവിടുന്ന് വിശ്വസ്ത സാക്ഷിയും, പിന്നെ മരിച്ചവരിൽ ആദിജാതനും, പിന്നെ ഭൂരാജാക്കന്മാർക്ക് അധിപതിയും. ഭൂരാജാക്കന്മാർക്ക് അധിപതിയാ. ഇവിടെ ആര് ഭരിച്ചാലും ശരിയാകത്തില്ല. ഇവിടെ ആര് ഭരിച്ചാലും ഒക്കത്തുമില്ല. കുറെയൊക്കെ ഒപ്പിക്കാന്നല്ലാതെ ശരിക്കും ഒപ്പിക്കാൻ ഒക്കത്തില്ല. ഇനി ശരിയായ ഭരണം നടത്തണമെങ്കിൽ ഭൂരാജാക്കന്മാരുടെ അധിപതിയാകുന്ന രാജോതി രാജാവാകുന്ന താന്മാർത്തും അമർച്ചതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ധന്യനാകുന്ന ഏകാധിപതിയാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. ഇവരുള്ളത് കൊണ്ട് പിന്നെയും പാട്ട് വരുന്നു. ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. അന്ന് മുതലാളി, തൊഴിലാളി, പണ്ഡിതർ, പാമരർ, ദരിദ്രരു എങ്ങുമില്ല. അന്ന് മുതലാളി, തൊഴിലാളി, പണ്ഡിതർ, പാമരർ, ദരിദ്രരു എങ്ങുമില്ല. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലം ഈ ശാലമിൻ അനുഭവമാ. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലം ഈ ശാലമിൻ അനുഭവമാ.
ഇസങ്ങളിൽ പാരിലില്ല ഈശനി പാരിടം പരിച്ചിടുമ്പോൾ. ഇസങ്ങളിൽ പാരിലില്ല ഈശനി പാരിടം പരിച്ചിടുമ്പോൾ. അന്ന് നാസിസം ഫാസിസം എത്തിസം പാന്തിസം കമ്മ്യൂണിസവുമില്ല. അന്ന് നാസിസം ഫാസിസം എത്തിസം പാന്തിസം കമ്മ്യൂണിസവുമില്ല. അന്ന് ലീഗലിസമോ മോഡേണിസമോ കോൺഗ്രസോ ഇല്ലവിടെ. അന്ന് ലീഗലിസമോ മോഡേണിസമോ കോൺഗ്രസോ ഇല്ലവിടെ. ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. ഇന്ന് രാത്രി അവൻ ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവൻ. ഒന്ന്, അവിടുന്ന് വിശ്വസ്തനായ സാക്ഷിയാണ്. രണ്ട്, മരിച്ചവരിൽ നിന്ന് ആദിജാതൻ. ഒന്നുകൂടെ വായിച്ച അടുത്തത്, വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും പിന്നെ ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും ദൈവത്തിന് മകൻ. ഇനി 6-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചു. നമ്മെ സ്നേഹിക്കുന്നവനും. അവിടുത്തെ വിശേഷത എന്നാന്നറിയാമോ? നമ്മെ സ്നേഹിക്കുന്നവനാ. ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്ന ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു. നിന്നെ ആരും സ്നേഹിക്കുന്നില്ലയോ, ആരും കരുതുന്നില്ലയോ, നിരാശപ്പെടണ്ട. ആത്മഹത്യ പരിഹാരമല്ല. ഭർത്താവ് സ്നേഹിക്കുന്നില്ലേ, നീ നിരാശപ്പെടണ്ട. വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അവന്റെ അത് എന്നാ ഉണ്ട്, ഉറങ്ങിയോ? അല്ല, നീ കേട്ടും കിടക്കുക. അല്ല, നീയും പുതപ്പിനടി കിടന്ന് വേറെ എടുത്ത് പുതപ്പിനടി ഭർത്താവിന്റെ കൂടെ പുതപ്പിനടി കിടക്കുമ്പോഴാണ് അവള് ഫോൺ ചെയ്തത്. ലൈജ് പാസ് അറിഞ്ഞില്ലയോ? പുള്ളി ഇതൊന്നും അറിയുന്നില്ല. പുള്ളി ഇതല്ലല്ലോ വിഷയം. ദൈവത്തിന് മഹത്വം. അമ്മയും എന്നെ സ്നേഹിക്കുന്നില്ല. ആ തള്ള മേരി നിന്നെ സ്നേഹിക്കാത്ത അവരുടെ അമ്മായിയമ്മ ഈ തള്ളെ പൊരിപ്പിച്ചതാ. അതിന്റെ കേട് നിന്നോട് തീർക്കുന്നതാ. ഇങ്ങോട്ട് സ്നേഹിക്കുന്നില്ലേ, അങ്ങോട്ടങ്ങ് സ്നേഹിക്കുക. അല്ല, ചിലരുടെ ഇന്ന് ആരും സ്നേഹിക്കുന്നില്ലെന്നാ. പക്ഷെ അതിന് ആത്മഹത്യ അല്ല പരിഹാരം. വിഷം കടിക്കുന്നതല്ല പരിഹാരം. റെയിൽവേ പാളത്തിൽ തലവെക്കുന്നതല്ല പരിഹാരം. തൂങ്ങിച്ചാകുന്ന നല്ല പരിഹാരം. കാരണം പരിഹാരം പറയുക, നിന്നെ സ്നേഹിക്കുന്ന യേശു ഉണ്ടെന്ന്. നിന്നെ ആഴമായി സ്നേഹിക്കുന്ന യേശുവുണ്ട്. നിനക്ക് വേണ്ടി ജീവനെ തന്ന യേശുവുണ്ട്. നിനക്ക് വേണ്ടി രക്തം ചിന്തിയ ഒരുവനുണ്ട്, നസറയനാകുന്ന യേശു. എത്രയോ അതിക്രമം ചെയ്ത ദോഷി ഞാൻ, എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് നിനച്ചതല്ല ഞാൻ. എത്രയോ അതിക്രമം ചെയ്ത ദോഷി ഞാൻ, എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് നിനച്ചതല്ല ഞാൻ. ഓ കനിവു തോന്നാൻ തിരഞ്ഞുകൊള്ളുവാൻ, കനിവു തോന്നാൻ തിരഞ്ഞുകൊള്ളുവാൻ, അരുമസുതനയണച്ചുകൊള്ളുവാൻ കരളലിഞ്ഞുവോ അൻപിതോ യേശുനായക അന്നിതോ ഏഴക്കായി നിൻ ജീവനേ അൻപിതോ യേശുനായക അന്നിതോ ഏഴക്കായി നിൻ ജീവനേ. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും, മരണദൂതനറിയുവാൻ എന്നരികിൽ നിന്നതും. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും, മരണദൂതനറിയുവാൻ എന്നരികിൽ നിന്നതും. ഇരുളിലായി ഞാൻ ദുരിതമോടെ, ഇരുളിലായി ഞാൻ ദുരിതമോടെ,
കൊടുക്ക. എന്റെ പ്രിയരെ, നിന്നെ നന്നായി സ്നേഹിക്കുന്ന യേശു ഉണ്ട് കേട്ടോ. ഇന്ന് രാത്രി ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ആരും കരുതുന്നില്ല, ആർക്കും എന്നെ ഇഷ്ടമില്ല, താല്പര്യമില്ല. ചിലപ്പം ശരിയായിരിക്കാം, ദൈവത്തിന് മകത്ത്. പിന്നെ ചിലരെ ആരും സ്നേഹിക്കാത്ത കയ്യിലിരിപ്പോ അത്ര നല്ലത്. ചിലരാരോടും യോജിക്കത്തില്ല, അങ്ങനെയുള്ളവരുമുണ്ട്. എന്നാ പറ്റി? കൊടുക്കും. ദൈവത്തിന് മഹത്വം. ഈ ചിലരെ എല്ലാരോടും ഉടക്കാം, ആരോടും യോജിക്കാത്ത ചില ആൾക്കാരുണ്ട്. എന്നിട്ട് അവര് പറഞ്ഞ ഇവരാരും ശരിയല്ലെന്ന. അവരല്ല ശരിയല്ലാത്തത്, നീയാ. അവരോട് വണക്കം, അവരോട് വണക്കം, ഇവരോട് വണക്കം, സഹോദരങ്ങളോട് മൊത്തം വണക്കം, സഭയെ വന്ന ഉടക്ക. എന്നിട്ട് പറഞ്ഞ അവര് ശരിയല്ല, അവരോ പറഞ്ഞേ ആരോട് ഒരു സഹകരണത്തിനും തൊലഞ്ഞാ പോലും വരണം അറിയും. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? നേരം വെളുക്കുമ്പോൾ ഓടുക സിയോൻ ഗീതാവലി NIV ആയിട്ട്. നേരെ വന്നില്ല, മീൻ തൂമ്പിനകത്ത് കയറും പോലെ ഹോളിലോട്ട് വന്ന്. എന്തിനിങ്ങനെ ജീവിക്കുന്നു? അങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ എല്ലാവരോടും ഇടപെടുകയും സ്നേഹിക്കുകയും ചെയ്യണം. പ്രമാണം വിട്ടുള്ള ഇടപാടും സ്നേഹമല്ല, പ്രമാണത്തിൽ നിന്ന്. ചിലര് പെന്തിക്കോസ് വന്നാൽ പിന്നെ ആരോടും മിണ്ടുകയല്ല. അതിവിശുദ്ധി കയറി കഴിഞ്ഞാൽ പിന്നെ ആരോടും മിണ്ടുക. നമ്മൾ ചോദിക്കുക എന്തുകൊണ്ട് വിശേഷം? കുഞ്ഞുങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇതുപോലത്തെ വിഷവിത്തുകള്, അത് വിശുദ്ധിയൊന്നുമല്ല, വിളച്ചില്ല. ഇവിടെ യേശു ക്രിസ്തു അല്ലേ നമ്മുടെ മാതൃക. ചുങ്കക്കാരന്റെ വീട്ടിൽ പോയല്ലോ, ചുങ്കം പിരിക്കാൻ പോയതല്ല, അവൻ പിരിവന്ന് നിർത്തി. കർത്താവിനെ പറ്റിയുള്ള ആക്ഷേപം തന്നെയാണല്ലോ. ഇവൻ ചുങ്കക്കാരും വേശ്യമാരുമായിട്ട്. ചിലക്ക് ഈ ആത്മീയം കയറിയ പിന്നെ ആരോടും മിണ്ടുകയല്ല കേട്ടോ. നമ്മുടെ ഇടയിലും ഉണ്ട്, ഞങ്ങളുടെ ഇടയിലും ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇടയിൽ ഞാൻ ഉദ്ദേശിച്ചത് സ്തോത്രം കൺവെൻഷനൊക്കെ പ്രസംഗിക്കുന്നവര് ചിലര് മിണ്ടാനൊക്കെ വലിയ ഭൗതിയാ. അവരാ വരവൊക്കെ ഒന്ന് കാണുമെങ്കിലും അവര് മിണ്ടും. അവർക്ക് പറ്റുമാനമുള്ള അവരോട് നന്നായിട്ട് മിണ്ടും. അല്ലാതെ ഒരു പാപത്വങ്ങളോ അല്ലെങ്കിൽ സാധാരണക്കാരോ സാധുക്കളോ എന്നാ കൈ കൊടുക്കുവോ. ജോർജ് കുട്ടിച്ചാൻ ഞാൻ പറയുന്ന കാര്യം പിടികിട്ടി കാണും, ആൾക്കാരെയും പിടികിട്ടി കാണും. ഞാൻ പറയുമെന്നും വേണ്ടൊക്കെ ഞാൻ പറഞ്ഞോളാം. അതൊക്കെ പറയാൻ എന്നെ ഈ പരുവത്തിന് ദൈവം വിട്ടിരിക്കുന്നതാണ്. ഉണ്ട്, ഒത്തിരി പേരുണ്ട്. ഒന്നുമല്ല ശുശ്രൂഷ. നിന്റെ അടുത്ത് വരുന്നവന് കൈ കൊടുക്കാനും ഒത്തിരി ഒന്നും പറഞ്ഞില്ല. എന്തുകൊണ്ട് വിശേഷം, സൗഖ്യമാന്നേ, സുഖമാന്നേ ചോദിക്കുന്നതിന് എന്നാ? അത് ചോദിച്ചാൽ കൃപ പോവോ? എടാ, അത് ചോദിച്ചാൽ കൃപ കൂടും, കൃപ കൂടും. പണം നോക്കി തരം നോക്കി ഒന്നുമല്ല, അങ്ങനൊന്നുമല്ല. ഈയിടെ ഒരാള് പറഞ്ഞു എന്നെ പറ്റി പല ആക്ഷേപത്തിലും, ആക്ഷേപവും നല്ല മരണ വീട്ടിലെല്ലാം പോവും. ഞാൻ പറഞ്ഞു പോകും. അപ്പം വേറൊരുത്തൻ പറഞ്ഞു പുള്ളി വലിയ ആൾക്കാരുടെ വീട്ടിലെ മരണ വീട്ടിൽ. ഞാൻ പറഞ്ഞു എടാ നീ എൻ്റെ കൂടെ വാ. ഞാൻ അറിഞ്ഞാൽ എനിക്ക് അവസരവും സാവകാശം ഉണ്ടെങ്കിൽ എങ്ങനെയും അത് വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നുമില്ല. അതെന്റെ ജീവിത നിഷ്ഠയാ. ഓടിയെത്തും. സ്തോത്രം. എത്രയോ വീടുകളില് സഭ നോക്കിയൊന്നല്ല, ബന്ധമൊന്നും നോക്കിയല്ല. ഇവിടെ ഞാൻ പ്രസംഗം പറഞ്ഞു, ഞങ്ങള് ഒരമ്മ CSIയിലെ അമ്മ മരിച്ചു, അറിഞ്ഞു. പകല് യോഗം ഉണ്ടായിരുന്നു, വൈകിട്ട് കൺവെൻഷനും ഉണ്ടായിരുന്നു. ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുവന്നു. ഇവിടെ ചെന്നപ്പം CSIക്കാര് വീട് നിറച്ച ആളുണ്ട്. രാത്രി ഞങ്ങൾ ചെന്നു. അപ്പൊ അമ്മ കിടക്കുക,
മക്കളില്ല. അച്ചായനകത്തുണ്ട്, ക്ഷീണിതന. പാട്ട് പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആൾക്കാർ പോണ്ട്. ഞാൻ ചെന്ന് കണ്ടപ്പോൾ എനിക്കങ്ങ് വലിയ സങ്കടമായി പോയി. ആ കിടപ്പുമൊക്കെ കണ്ടപ്പോഴേ അവർ പിറ്റേന്നെങ്ങാണ്ട് വൃത്തിയാക്കിയൊക്കെ ഇടാനാ. എന്നാൽ ആ സമയത്ത് ചെന്ന് കണ്ടപ്പോൾ ഒരു പഴയ തുണിയാ നെഞ്ചത്തിട്ടിരിക്കുന്നത്. അത് സെറ്റുമുണ്ടെങ്ങാണ്ട. എനിക്കതൊരു യോഗ്യമായിട്ട് തോന്നിയില്ല. മുടിയെല്ലാം വല്ലാതെ നരച്ച മുടിയാ, എല്ലാം വല്ലാതൊക്കെ ഇരിക്കുക. ഞാൻ ആദ്യം ചെന്ന് കണ്ടിച്ചിരുന്നവർ ഇരുന്നു. അവിടെ പാട്ട് പാടുന്നുണ്ട്, 2 ശീല് പാട്ടുമൊക്കെ പാടി. പിന്നെ എനിക്കത് കണ്ടപ്പോൾ അങ്ങ് വലിയ സങ്കടവുമായി പോയി. രാത്രി 1:30 എവിടുന്ന് തുണി മേടിക്കാനാ? ഞാനും അങ്ങ് കടയെല്ലാം അടച്ച് എന്ത് ചെയ്യുമെന്ന് ഓർത്ത്. പിറ്റേന്ന് ചെയ്യും അവര്, എന്നാലും അങ്ങനെ അല്ലല്ലോ. അവർക്കൊരു മോനോ ഒരു മകളോ ഉണ്ടായിരുന്നെങ്കിൽ, അതാ എന്നെ ചിന്തിപ്പിച്ചേ. പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പം ഞങ്ങൾ പകല് ഞാനിത് ഈ ഡ്രസ്സ് ഇത് മുണ്ടും ജിബായും കൂടെ ഒന്നിച്ച് തുണിയെടുക്കും, എന്നുവെച്ചാൽ 2നും കൂടെ ഒന്നിച്ച് അങ്ങ് മുറിക്കും. അങ്ങനെ എൻ്റെ രീതി. അപ്പം അന്ന് തുണിയെടുത്തത് വണ്ടിക്കകത്തിരിപ്പുണ്ട്. പെട്ടെന്ന് എൻ്റെ ഓർമ്മ വന്നു. ഞാൻ പിന്നെ കൂടെയുള്ള പയ്യനോട് പറഞ്ഞു ആ തുണി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അത് ഒരു ബണ്ടിൽ 24 മീറ്റർ എങ്ങാണ്ട കൊണ്ടുവന്നു. പിന്നെ അവരെടുക്കാൻ പോയപ്പോൾ ഞാൻ പിന്നെ കട്ടിലയിലിരുന്ന് ഈ അമ്മയുടെ തലയെടുത്ത് എൻ്റെ മടി വെച്ച്, അവിടെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞൊരു ജീപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്ന് എല്ലാം മുടിയെല്ലാം ചെട പോലിരിക്കുക, അതെല്ലാം ഞാൻ അഴിച്ച് അവിടെ ഇരുന്ന് വളരെ രാത്രി 2:30 അതെല്ലാം അതിൻ്റെ ആ ചടയെല്ലാം കളഞ്ഞ് ചീപ്പിൻ്റെ വീതിയുള്ള ഭാഗവും വീതി കുറഞ്ഞ ഭാഗവും ഉണ്ടല്ലോ, വിടവ് കൂടുതലുള്ള ഭാഗം കൊണ്ട് എല്ലാം പതുക്കെ ആദ്യം കൈകൊണ്ടൊന്ന് ഓതി എല്ലാം മാറ്റി വെച്ച് ആ ചീപ്പ് കൊണ്ട് ചീകി, പിന്നെ ചെറിയ ഭാഗം കൊണ്ട് ചീകി വൃത്തിയാക്കി മുടിയൊക്കെ. അപ്പോൾ ഒരു തടഞ്ഞ് മുടി കെട്ടാനൊക്കെ അറിയാമല്ലോ എന്ന്. നമ്മൾ അള്ളി തള്ള ഞാൻ ഇത് കഴിഞ്ഞ് തന്നെ ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത്ര നേരമായിട്ട് ആ തള്ള എവിടെ കിടന്നിട്ട് ഞാൻ മുടി കെട്ടുന്ന നോക്കി നിൽക്കുക. അതിൻ്റെ അഭിപ്രായം സ്ലൈഡും ഒക്കെ വെച്ച് എല്ലാം വൃത്തിയാക്കി വെച്ച് ആ താടിയെ കെട്ടിയതൊരു പന്ന തുണി, അത് അടിച്ച് കളഞ്ഞേച്ചത് നല്ല പുതിയ തുണിയായിരുന്നു. അതെല്ലാം കീറി എല്ലാം വൃത്തിയാക്കി കെട്ടി മുടിയൊക്കെ ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി എന്നാലാവും വിധം ഇവിടെ എല്ലാവരും നോക്കിയിരിക്കുക. അതെല്ലാം ഞാൻ ചെയ്ത് ആ കൊണ്ടുവന്ന തുണി പിറ്റേന്ന് അമ്മയെ ഉടുപ്പിക്കാൻ ഒരു 5.5 മീറ്റർ സാരിക്ക്, അന്നേരം ദേഹത്തിടാന്, കട്ടിലേ വിരിക്കാന്, പിറ്റേന്ന് ഡെസ്കും ഒക്കെ ഇട്ട് വെളിയിൽ ആ ഡെസ്കെ വിരിക്കാന്, സെമിത്തേരി കൊണ്ട് എല്ലാം 24 മീറ്റർ തുണി ഇരിക്കുകയല്ലയോ. ബന്ധിക്കോസുകാരല്ല, നല്ല പ്രാഗൽഭ്യത്തോടാ ഇതൊക്കെ പറയുന്നത്. ലാസ്റ്റ് മുറിച്ച് വന്നപ്പോൾ ഇച്ചിരി തുണി ഉണ്ടപ്പോൾ ഒരു തള പറയാം എനിക്കത് ബ്ലൗസിന് തരാൻ. തള ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ഉണ്ടെന്ന് ഒത്തിരി വയ്യാവേലിയൊക്കെ ഉണ്ട്. പിന്നെ അവർക്കും ബ്ലൗസിന് കൊടുത്ത്, ഇനി ബ്ലൗസ് ഇടാതാണെന്നൊന്നും വേണ്ട, നിങ്ങളും ബ്ലൗസിന് കൊണ്ടുപോകും. ഞാൻ നല്ല പ്രാഗൽഭ്യത്തോടാ പറയുന്നത്. ദൈവത്തിന് മഹത്വം. നമ്മുടെ കർത്താവ് ആരോടും മിണ്ടാതല്ലോ ജീവിച്ചേ. എല്ലാവരോടും യേശു സഹകരിച്ചു. ശമരിയയ്ക്ക് അകത്തൂടാ പോയത്, ശമരിയാക്കാരി സ്ത്രീയുമായിട്ട്. അവള് വെള്ളം കോരാൻ വന്നതാ, ഉച്ചയ്ക്ക് ആരും കാണണ്ടെന്ന് ഓർത്ത് വന്നതായിരിക്കും. പക്ഷെ അവളെ കാണാൻ തന്നെ യേശു നിന്നെ ആരും കാണണ്ട, ആരും എന്നെ അറിയണ്ടെന്ന് ഓർത്താ ഇവിടെ വന്ന. പക്ഷെ നിന്നെ നല്ലതുപോലെ കാണുന്ന ഒരു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ചോദിച്ചു എന്നെ എപ്പ അറിയാം? അയ്യോ, നീ അത്തിയുടെ കീഴിലിരുന്നപ്പോ ഞാൻ നിന്നെ കണ്ടതാ. സക്കായി അത്തിയുടെ മേളിലായിരുന്നു, അവിടെ ഇരുന്നത് കണ്ടു. അപ്പൊ കീഴി ഇരുന്നാലും കാണും, മേളി ഇരുന്നാലും കാണും. വേദപഠിതാക്കളിൽ ചിലർ പറയുന്നത് ആദമും ഔവയും പാപം ചെയ്തു കഴിഞ്ഞ് അത്തിക്ക് മറഞ്ഞിരുന്നെന്നാ. വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും അത്തിയല കൂട്ടി തുന്നി അരയാടെ ഉണ്ടാക്കി. അപ്പം സാധാരണഗതിക്ക് അതിന് മറഞ്ഞിരിക്കാനാ സാധ്യത. അപ്പം അത്തിക്ക് മറഞ്ഞിരുന്നാലും നിന്നെ കാണും, അത്തിയുടെ മേളിയിരുന്നാലും നിന്നെ കാണും, അത്തിയുടെ കീഴിലിരുന്നാലും നിന്നെ കാണുന്ന ഒരു നല്ല കർത്താവുണ്ട്. അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ആരും എന്നെ കാണണ്ടെന്ന് പറഞ്ഞാ, പക്ഷെ അവളെ കാണാൻ തന്നെ യേശു അവിടെ ഇരിക്കുക.
അന്നപ്പോ ചോദിച്ചിച്ചിരി വെള്ളം വെള്ളം കൊടുക്കുന്ന ആളാണോ എന്നും അവിടെ അറിയണ്ടേ? യഹൂദനാകുന്ന നീ ശമരിയാക്കാരിയായ ആ സംഭാഷണമൊക്കെ അറിയാം. പിന്നെ പറഞ്ഞത് ഈ വെള്ളം കുടിക്കുന്നവൻ പിന്നെ ഞാൻ കൊടുക്കുന്ന വെള്ളം, അയ്യോ അതിന് നിന്റെ കയറുമില്ല. ആ പാട്ടറിയാവോ? കയറില്ല പാളയുമില്ല പിന്നെങ്ങനെ വെള്ളം കോരും ജീവന്റെ ജലം. കയറില്ല പാളയുമില്ല പിന്നെങ്ങനെ വെള്ളം കോരും ജീവന്റെ ജലം. ജീവന്റെ ജലം നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ അക്ഷരമൊക്കെ സ്ഫുടമായിട്ട് ഉച്ചരിക്കണം. നാരി അങ്ങനെ തന്നെ പറഞ്ഞോണം. പരുവക്കേടാകരുത്. നാളൊരു സ്ഥലത്ത് പരുവക്കേടായി. ഞാൻ ചോദിച്ചു എന്നെയാണോ എന്ന് ചോദിച്ചു. യോ അല്ല, ദേവദാസനെ അല്ലെന്ന് പറഞ്ഞു. നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പൂ നാരി ഒരു പാത്രം കാഗജനം നീ എനിക്ക് നൽകൂ. നാരി ഒരു പാത്രം അയ്യോ നീ യഹൂദൻ, ഞാൻ ഇന്നൊരു ശമരിയായ സ്ത്രീ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ. അപ്പൊ തീണ്ടലും തൊടിയിലുമുള്ള കാലത്ത് യേശു ശമരിക്കകത്തൂടെ പോയത്. അതാ യേശു. എന്റെ ഭാഷയാ. അയിത്തോച്ചാടനം ആദ്യം നടത്തിയത് യേശുവാണ്. അതിനെ കിടപിടിച്ച ബാക്കി സകല ആൾക്കാരും കെട്ടുപൊട്ടിച്ചതിന്റെ. എന്നാലും ഇപ്പോഴും നമ്മുടെ ഇടയിൽ ചില കെട്ടുകളുണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞ അഴിയട്ടെന്നല്ലേ പറയുന്നത്. പുള്ളി ഊറിച്ചിരിക്കുക. എന്താണെന്നോ എനിക്ക്. ദൈവത്തിന് മഹത്വം. എല്ലാവരെയും യേശു സ്നേഹിച്ചു. യേശു എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്. ചുങ്കക്കാരെയും വേശ്യമാരെയും ആ മനസ്സോത്ത് ഏത് തുറകളിൽപ്പെട്ടവരെയും മഹാഭാവിയെയും ദുഷ്പ്രവർത്തിക്കാമല്ലോ അവരെയും കർത്താവ് സ്നേഹിച്ചു. അവസരം കൊടുത്തതാ. മറ്റവൻ ദൂഷിച്ചു. നീ ദൈവത്തിനാണ് നിന്നെ രക്ഷിക്കുക, ഞങ്ങളെയും കൂടി ഇതിനകത്ത് നിന്ന്. അതെ, മറ്റവൻ പറഞ്ഞു മുടിഞ്ഞവനെ ആണി കയറിയിട്ട് ഒതുങ്ങുന്നില്ലാടാ. അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ ആശയം അതാണ്. ആണി കയറിയിട്ട് നീ അയ്യോ എന്നാലും ഒതുങ്ങാത്ത എത്ര എണ്ണം ഉണ്ട്. ക്യാൻസറായിട്ട് കിടക്കുക, അന്നാലും മരുമകളുടെ കുറ്റമാ പറയുന്നത്. ക്യാൻസറായിട്ട് നല്ല വയ്യാതെ കിടക്കുക, എന്നാ എന്റെ ദൈവമേ സൗഖ്യം. അതല്ല, അന്നേരം അവള് ചായ എടുക്കാൻ അങ്ങനുണ്ട്. ആണി കയറിയിട്ട് നല്ല ഒതുങ്ങുന്നില്ലല്ലോ. കോവിഡ് വന്നിട്ട് ഒതുങ്ങിയോ? വെള്ളപ്പൊക്കം വന്നിട്ട് ഒതുങ്ങിയോ? ഇനി അടുത്തത് വരുന്നുണ്ട്. ഞാൻ നിങ്ങളും ശരിയാകണം, അതിനായി പറയുന്നത്. നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ല. ഞെളിയാതെ ഭയപ്പെട്, ദൈവത്തെ ഭയപ്പെട്, ദൈവത്തെ ഭജിക്ക്. നീ ദൈവസന്നിധിയിൽ താഴ്ത്ത്. ദൈവത്തിന്റെ സന്നിധി താഴ്ത്താനും ദൈവത്തെ ഭയപ്പെടാനും അല്ല വേറെ എന്നാ ദൈവം ചോദിക്കുന്നത്? വായിച്ചേ മീഖാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. പെട്ടെന്ന് വായിച്ചു, നേരമില്ലെങ്കിൽ ഒന്ന് വായിച്ചു. മീഖാ 6:8 പെട്ടെന്ന്. മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു നല്ലതെന്തെന്ന് ദൈവം നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നില്ലയോ? ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിട്ടിരിപ്പാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്?
നിന്റെ കാശും പുത്തനും മത്തും വണ്ടിയും ഒന്നും ദൈവത്തിന് വേണ്ട. നീ ന്യായം പ്രവർത്തിക്കണം, ദയാതൽപരനായിട്ടിരിക്കണം, ദൈവസന്നിധി താഴ്മയോടെ ജീവിക്കണം. അതാ ദൈവം നിന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കൊണ്ട് ഒന്നും നടക്കത്തില്ല, ദൈവത്തിന്റെ കരുണയാണ്. തിരിച്ച് വീട്ടിൽ ചെല്ലാന്ന് എത്ര പേർക്കുണ്ട് ഉറപ്പ്? നിങ്ങൾ പറയും ചെല്ലാന്നൊക്കെ പറയും, പക്ഷേ എന്നോട് ചില വാക്തത്വങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അവിടെ ഞാൻ എതിർക്കുന്നില്ല. എന്നാലും സാധാരണ ഗതി വെച്ച് പറഞ്ഞാൽ സ്തോത്രം, എളിയാതെ ഭയപ്പെട്, ദൈവത്തെ ഭയപ്പെട്, ദൈവത്തിന് മഹത്വം. നമുക്ക് ഓടിച്ച് ചില കാര്യം ചിന്തിച്ച് സമയം എന്തോ 9:30 ആയോ? എന്നാ പെട്ടെന്ന് ഇനി ബാക്കിയൊന്നും പറയുന്നില്ല. കർത്താവിന്റെ വിശേഷത 5-6 വാക്യമാ. ഒന്നുകൂടെ വായിച്ചു, ഓടിച്ചങ്ങ് വായിച്ചു വിട്ടു. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. 6-ാം വാക്യം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് പിന്നെ നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച്. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. അവിടുത്തെ രക്തം പുണ്യാഗ രക്തമാണ്. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടല്ല പാപം പരിഹരിക്കുന്നത്. പാപം പരിഹരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. ആബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ രക്തം, ആട്ടുകൊറ്റന്മാരുടെ കാളക്കിടാക്കളുടെ രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. ആ രക്തത്താൽ പാപമോചനമുണ്ട്. ആ പരിശുദ്ധ രക്തത്താൽ നമ്മുടെ പാപം പോക്കി, നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച്. ആ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന്. അതാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് മഹത്വം. വിസ്തരിക്കുന്നില്ല. ഈ യേശുവിന്റെ വെളിപ്പാടാണ് ഇതിലെ പ്രധാന വിഷയം. ഇതാ വെളിപ്പാട്. പാപം പോക്കുന്നവൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതി, നമ്മെ സ്നേഹിച്ചവൻ, നമ്മുടെ പാപത്തെ ക്ഷമിച്ച് രക്തത്താൽ നമ്മെ ശുദ്ധീകരിച്ചവൻ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് വിശ്വസ്തൻ. അതായി വെളിപ്പാട്. ഈ വെളിപ്പാടൊന്ന് കണ്ടേ. ഈ വെളിപ്പാട് കണ്ടേച്ച് പിന്നെ മൃഗത്തെ കണ്ടാ പേടിക്കുകയാൽ. നമ്മൾ ആദ്യമേ മൃഗത്തെയാ കാണുന്നത്, പിന്നെ നമുക്ക് അപ്രാളമാണ്. മൃഗത്തെ കണ്ടിച്ച പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഒരു 3 ദിവസം പിന്നെ ഞാൻ ഒരു മൃഗം കയറി വരുന്നതായിട്ട് ഞങ്ങളുടെ ഗേറ്റിന്റെ അവിടെ ഒന്ന് ചെന്തി ചെയ്താൽ പോകുന്നില്ല. നീ ഈ വെളിപ്പാട് ആദ്യം കാണ്. ഈ വെളിപ്പാട് കണ്ടേച്ച് മൃഗത്തെ കണ്ടാ പേടിക്കുകയല്ല. ഈ വെളിപ്പാട് ഇനി 1:13 മുതൽ വായിച്ചു. അതാ പ്രധാന വെളിപ്പാട്. അവിടുത്തെ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു 1:13 മുതൽ തിരിഞ്ഞപ്പോൾ തിരിയണമല്ലോ. തിരിയാന്ന് പറഞ്ഞാൽ മാനസാന്തരം ഒന്നും ഉണ്ടർത്ഥം. തിരിഞ്ഞു വരണം. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെ നിലവിളക്കണ നിലയും ധരിച്ചു ആറത്ത് പൊൻകച്ചിട്ട് മനുഷ്യപുത്രന്റെ സദൃശനായവനെ ഞാൻ കണ്ടു. പിന്നെ അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും. വെളുത്തവനെ ജ്വാലാഗ്നിലോചനനെ, ഗജം വെളുത്തവനെ ജ്വാലാഗ്നിലോചനനെ, കേശം വെളുത്തവനെ ജ്വാലാഗ്നിലോചനനെ, ഉച്ചക്കധീരവൻ പോലൂജ്വലനാനനെ, ഉച്ചക്കധീരവൻ പോലൂജ്വലനാനനെ, ദേവകുമാര സർവപാപ വിദൂര ജയിക്കാൻ, ദേവകുമാര സർവപാപ വിദൂര ജയിക്കാൻ. ഉച്ചക്കധീരവൻ പോലൂജ്വലനാനനെ, ദേവകുമാര സർവപാപ വിദൂര ജയിക്കാൻ, ദേവകുമാര സർവപാപ വിദൂര ജയിക്കാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 13-ാം വാക്യം മുതൽ അവിടുത്തെ തേജസ്കരിക്കപ്പെട്ട വെളിപ്പാട്. ഇതാണ് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം.
അത് 2-3 അധ്യായം 7 സഭകൾക്കുള്ള ദൂത, ആസിയയിലെ 7 സഭകൾ, എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക. അത് ലവോദിക്ക സഭയ്ക്കുള്ള ദൂതിലെ ഒരു വാക്യമാണ് നമ്മൾ ഗുരുവാക്യമായിട്ട് വായിച്ചത്. ഒന്നുകൂടെ വാക്യം വായിച്ചോ. 21. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അപ്പോൾ 1-ാം അധ്യായത്തിൽ വായിക്കുന്നത് 7 സഭകൾക്കുള്ള ദൂതാണ്. അതിന്റെ 4-ാമത്തെ വാക്യം വായിച്ചാട്ടെ. എങ്കിലും ഉടുപ്പ് മലിനമാകാം. 1:4 യോഹന്നാൻ ആസിയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും. 7 സഭ. ആ 7 സഭയെ പറ്റിയാണ് 11-ാം വാക്യം. വായിരെ, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾ. 7 സഭ. ആ 7 സഭയ്ക്കുള്ള ദൂതാണ്. എഫെസോസ് സഭയുടെ ദൂതാണ്. 2-1 പെട്ടെന്ന് വായിച്ചോ. എഫെസോസിലെ സഭയുടെ ദൂതൻ. ഇനി 8-ാം വാക്യം. സ്മുർനയിലെ സ്മുർന. ഇനി 12-ാം വാക്യം. പെർഗമോസിലെ ഇനി സഭയുടെ ദൂതൻ. 18-ാം വാക്യം. തുയതൈരിലെ ഇനി സഭയുടെ 3-ാം ദൂതൻ. അധ്യായത്തിന്റെ 1-ാം വാക്യം. സർദീസിലെ ഇനി സഭയുടെ 3-7. ഫിലദൽഫിയയിലെ പിന്നെ സഭയുടെ 3-14. ലവോദിക്കയിലെ ഇതാണ് 7 സഭ. അപ്പൊ 7 സഭകൾക്കാണ് ദൂത് എഴുതുന്നത്. ഈ 7 സഭയിൽ 7-ാമത്തെ സഭയോട് പറഞ്ഞൊരു ഫലമാണ് നമ്മൾ വായിച്ചത്, ജയിക്കുന്നവന്. അങ്ങനല്ലയോ? ജയിക്കുന്നവന്. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? ജയിക്കണം. തോക്കുന്നവരുണ്ട്. നീ തോറ്റോടാ. ജോർജ് കുട്ടിയും തോറ്റു. നീ തോറ്റോ ഇല്ലയോ നല്ല പറയുന്നേ. ജയിച്ചവന്റെ കാര്യം പറ. ജയിച്ച ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. ബാക്കി ഇവിടെ വന്ന മുഴുവനെണ്ണം തോറ്റ് തൊപ്പിയിട്ട് പോയ ആൾക്കാരാ. ജയിച്ചെന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട്. ഞങ്ങളുടെ അച്ചായനും ജയിച്ചെന്ന്. പിന്നെ ഞങ്ങളുടെ അച്ചായനും. പക്ഷെ അമ്മാമ്മയുടെ മുന്നിൽ തോറ്റു. അച്ചായൻ സഭയിലൊക്കെ ജയിച്ച് പാസ്റ്ററെ പൊരിപ്പിച്ചു. പാസ്റ്റർക്ക് എന്നെ അറിയത്തില്ല, പാമ്പാടി രാജൻ എന്ന് പറഞ്ഞാൽ എന്റെ രാജ, നീ മേരിയുടെ മുന്നിൽ ഇവിടെയുള്ള സകല ആൾക്കാരും തോറ്റവരാ. പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ, സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞൻ എല്ലാവരും തോറ്റു. എങ്ങനെ തോറ്റു? ഏത് തോറ്റു? സകല എണ്ണവും മരണം വന്നപ്പോ തോറ്റു. സകല എണ്ണവും മരണത്തോടുകൂടി തോറ്റെന്ന്. എന്നാൽ മരണത്തെ ജയിച്ച ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തുവാ. 5:5 വായിച്ചു. 5:5 വെളിപ്പാട് 5:5. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, അപ്പൊ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ജയിച്ച ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. 21-ാം വാക്യത്തിൽ ഇങ്ങനുണ്ട്, ഞാനും ജയിച്ചു. അങ്ങനെ എഴുതിയാക്കുന്ന ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ. ഞാൻ നിന്ന് പുഴുങ്ങുക. ചുമ്മാതല്ല, ഞാൻ ഇവിടെ ചില പ്രസംഗിക്കട്ടെ. ഞാൻ കിടന്ന് വേകുക. ഇവരെല്ലാം സൂക്ഷിച്ചിരിക്കുക. ഞാൻ അങ്ങോട്ട് തന്നെ വെച്ചോ. ഇനിയിപ്പോ യോഗം തീരുക 2 മിനിറ്റ് വെച്ചിട്ട് ഞാൻ എടുക്കാം. ഇതുവരെ ഞാൻ പുടുങ്ങുന്ന വെച്ചു. പിന്നെ നിങ്ങൾ തന്നെ അങ്ങ് വെച്ചു. പണ്ട് ഞങ്ങളുടെ ഒരു അമ്മ ചോറ് വിളമ്പി കൊടുക്കുക. ചോറ് വിളമ്പിയപ്പോളേ അന്ന് കുഞ്ഞാവളെ ചോറ് അമ്മ നല്ല കണക്ക് നീളമുള്ള തവി, ചട്ടത്തവി. അപ്പം 4-5 പെമ്പിള്ളേരുണ്ട്. അപ്പൊ ചോദിച്ചു ഇതാർക്കാ ചോറ്? അത് ലളിതയ്ക്ക്. അതാർക്കാ? അത് ശ്യാമളയ്ക്ക്. ഇതാർക്കാ? അത് ലീലയ്ക്ക്. ഈ കൂനെ ആർക്കാ? അത് അച്ഛന്. ഇവൾ ഇച്ചിരേ ഉള്ളു. അവക്കൊരു കിണ്ണത്തിനകത്ത് ഈ ഇച്ചിരി ആർക്കാ? അത് മോന്. പിന്നെ അവള് പറയാം, എന്നാ ഇതുകൂടെ എടുത്ത് ആ കൂനയ്ക്ക് കൊടുത്തേക്കാം എന്ന് പറഞ്ഞാൽ അതോട് ഇനി ആ കൂനയ്ക്ക് തന്നെ കൊടുക്കും.
എനിക്ക് എന്തിനാ ഇനി അത് തരുന്നത്? അപ്പോൾ യേശു ക്രിസ്തു എല്ലാത്തെയും ജയിച്ചവനാ. അതാ 21 വാക്യത്തിൽ ഞാനും ജയിച്ചു. വായിച്ചേ, ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ. അയ്യോ, എല്ലാരും ജയിക്കണമെന്ന്. ജയിക്കാൻ മാർഗം എന്നാ? ജയിച്ചവന്റെ കൂടെ നിൽക്കണം. നീ തോറ്റവന്റെ കൂടെ നിന്നാ പിന്നെ തോക്കും. ജയിച്ച ഒരുവനുണ്ട്, അത് നസറയനാകുന്ന യേശു. നീ അവന്റെ കൂടെ നിന്നാൽ നിന്റെ പരാജയത്തെ മാറ്റി, തകർച്ചകളെ മാറ്റി, ഇന്ന് രാത്രി ദൈവം നിനക്ക് ജയത്തിന്റെ വഴിയൊരുക്കി തരും. ഗായക സംഘത്തോടും പറയാ, ജയിച്ചു വേണം പാടാൻ. വായിച്ചോ 15:2. വെളിപ്പാട് തന്നെ. തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും മൃഗത്തോട് അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവര്. വിഷയം വേറെയാ, സംഭവം പിന്നീടാ. എന്നാലും പദം ഞാനും എടുക്കുക. ജയിച്ചവര് ദൈവത്തിന്റെ വീണകൾ പിടിച്ചും കൊണ്ട്. ദൈവത്തിന്റെ വീണയല്ല, ഗിറ്റാറ്, വീണ, മൃദംഗം, തബല, ഗിഞ്ചറ. ഞങ്ങളുടെ ശിരിപ്പാസ് പറഞ്ഞ ചിഞ്ചിലിന്ന്. എനിക്ക് പേര് കിട്ടാത്തതുകൊണ്ട് എല്ലാ വാദ്യോപകരണവും വേണം ദൈവത്തെ ആരാധിക്കാൻ. എന്റെ അഭിപ്രായം പറഞ്ഞ ചെണ്ട വരെ കൊണ്ടുവരണം. പിന്നെ എന്നെ കാണാൻ ചെണ്ട അടിച്ചങ്ങ് മൂപ്പിക്കരുത് പരുവത്തിന്. ഒന്നുകൂടെ വായിച്ച, വീണകൾ പിടിച്ചും ജയിച്ചവര് വീണകൾ പിടിച്ച്. സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്കുകടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത്. അപ്പം ജയിച്ചവരാ പാട്ട് പാടുന്നത്. ജയിച്ചു വേണം പാടാൻ. തിങ്കൾ മുതൽ ശനി വരെ വേറെ പാട്ട് പാടി വെച്ച് ഞായറാഴ്ച വന്ന് സൺഡേ ഈശോ നീ കടന്ന് ഇല്ല പെടുതാരെ വളയും പോലെ വളയ്യ. കുഴപ്പമില്ല. തിങ്കൾ മുതൽ ശനി വരെ വേറെ പാട്ടും പാടി, വേറെ സ്റ്റേജിലും പാടി, വേറെ പാട്ടിന് താളവും വായിച്ച. മിണ്ടുന്നില്ലല്ലോ. മൺഡേ മുതൽ സാറ്റർഡേ വരെ ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, യോഗം തീരുകല്ലേ. പിണക്കമില്ലല്ലോ ഇംഗ്ലീഷ് പറയുന്നതിന്. മൺഡേ മുതൽ സാറ്റർഡേ വരെ വേറെ പാട്ട് പാടി, വേറെ സ്റ്റേജിൽ ചെന്നേച്ച് സൺഡേ ആകുമ്പോൾ ഇവിടെ വന്ന് സൺഡേ പാടുന്ന നീ മൺഡേയിലും ഇത് തന്നെ പാടാവൂ. അപ്പൊ ചോദിക്കും, ഞങ്ങളുടെ കാര്യവും നടക്കണ്ടേ? നീ സൺഡേ പാടുന്ന പാട്ട് മൺഡേ പാടി വിശ്വസ്തയോടെ നിന്നാൽ നിന്റെ കാര്യം ദൈവം നടത്തും. ദൈവമാർക്കും കടക്കാരനല്ല. നീ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. നീ ഇത് മാത്രം പാടി, ഇതിനു വേണ്ടി മാത്രം ജീവിതത്തെ സമർപ്പിച്ച് ഇങ്ങനെ തന്നെ പോയേ ദൈവം നിന്നെ കൈവിടുകയില്ല. ദൈവം നിന്നെ കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ലെന്ന്. എടാ, ഒരുവൻ വഴി അടച്ചാൽ വേറെ 10 വഴി ദൈവം തുറന്നു തരും. ഒരുവൻ വാതിലടച്ചാൽ വേറെ എത്ര 100 വാതിൽ ദൈവം തുറക്കും. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ലെന്ന്. ക്രിസ്തുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാമെന്തു ഭാഗ്യമുള്ളോർ പ്രിയരെ, നാമെന്തു ഭാഗ്യമുള്ളോർ. നാഥന്റെ ചുവടും നാൾതോറും പിന്തുടരാൻ മാതൃകയായി, നല്ല മാതൃകയായി. നാഥന്റെ ചുവടും നാൾതോറും പിന്തുടരാൻ മാതൃകയായി, നല്ല മാതൃകയായി. ബുദ്ധി പറഞ്ഞു തന്നു, ശക്തി പകർന്നു തന്നു, മുൻപിൽ നടക്കുന്നു അവൻ, മുൻപിൽ നടക്കുന്നു. തന്നാദം കേട്ടുകൊണ്ടു പിൻപൽ ഗമിച്ചിടുന്ന ആനന്ദമാനം പരമാനന്ദമാനന്ദം. തന്ന
ആനന്ദമാനന്ദം ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാമെന്തു ഭാഗ്യമുള്ളോ പ്രിയരെ. നാമെന്തു ഭാഗ്യമുള്ളോ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. ജയിച്ചവർ ഓടിച്ചവർ പത്തായെന്ന് തോന്നല്ലയോ? എന്നാ മതി. ഇനിയും അടുത്ത കൊല്ലം വല്ലോ യോഗം നടക്കുമ്പം ഞാനും ഉണ്ട്, വിളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അന്നേരം ബാക്കി ഇന്ന് യോഗന്റെ യാത്ര കഴിഞ്ഞ് ഞാൻ പറയാം അടുത്ത കൊല്ലം വരുമോ ഇല്ലയോ എന്ന്. വേറെ കേസാ ഒക്കെ പുള്ളിക്ക് മനസ്സിലാവും. ചാനും പിടി കിട്ടി എന്ന് തോന്നുന്നു. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ജയിക്കണം. ജയിക്കാൻ ഏറ്റവും നല്ല മാർഗം ജയിച്ചവന്റെ കൂടെ. നിന്റെ ജീവൻ പോകുന്നത് വരെ യേശുവിനെ, അവിടുത്തെ മാത്രം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്നാനപ്പെട്ട് നീ അഭിഷേകം പ്രാപിച്ച് തിരുമേശകെടുത്ത് കൂട്ടായ്മ യാചിച്ച് വേർപാട് പാലിച്ചു ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിച്ചാൽ നിനക്ക് വാങ്ങു ചെല്ലാം. അവിടത്തോടു കൂടെ ജീവിക്കാം, അവിടത്തോടെ വസിക്കാം. പൗലോസ് തെസ്സലോനിക്കയിലെ കൃത്യപ്പെട്ട് ഇങ്ങനെ നാം എപ്പോഴും നമ്മുടെ കർത്താവിനോട് കൂടെ. പ്രത്യാശയുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാ മാന്യ ദൈവമക്കൾക്കും, വിശേഷിച്ച് കർത്തദാസന്മാർ, ദൈവകുഞ്ഞുങ്ങൾ, മാതാക്കൾ, പിതാക്കൾ, എല്ലാവർക്കും നന്ദി. കർത്താവ് 8 മണിക്ക് തരികാരനെ ഇച്ചിരൂടെ പറയാറുണ്ട്. അതായത് ഇത്രയിലും കിട്ടിയല്ലോ എന്നോർത്ത് ഞാനും അങ്ങ് അടങ്ങുക. ദൈവത്തിന് മഹത്വം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഒരു പഴയ പാട്ടിന്റെ 2 ചരണം മംഗളഗാനമാണ്. ഏതായാലും നമ്മുടെ യോഗം തീരുകയല്ലേ, മംഗളം പാടി തീരാം. ഉദിഗന്ധം നിറയൂമി പൂതിഗന്ധം നിറയൂമി ദേഹം തക നീളുമേ മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും മംഗളം 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 പുത്തനാകും ശരീരത്തെ പുത്തനാകും ശരീരത്തെ ദത്തം ചെയ്യും നായകൻ അന്ന് ദത്തം ചെയ്യും നായകൻ മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും മംഗളം 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 മംഗളം. കരമുയർത്തി ദൈവത്തിന് മഹത്വം കരയറ്റാം. യേശു സൂക്ഷിക്കുന്ന കർത്തദാസനും കൂടപ്പെട്ടവർക്ക് നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.